எப்பொழுதும் சந்தோஷமாயிருங்கள் நம்மை பார்த்து சொன்னார். ആമേൻ. കർത്താവ് പറയുന്നു, ആമേൻ, എപ്പോഴും നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിനെന്ന് പറയുന്നു. நம்முடைய பிள்ளைகள் வேதனையோடும் துக்கத்தோடும் கண்ணீரோடும் வாழ வேண்டும் என்பது அவருடைய சித்தமாயிருந்தால் நீங்கள் எப்பொழுதும் சந்தோஷமாயிருங்கள் என்று எப்படி சொல்ல முடியும் அவராலே? കർത്താവ് പറയുന്നു, എപ്പോഴും നിങ്ങൾ സന്തോഷമായിരിപ്പീൻ. ആമേൻ. നിങ്ങൾ എപ്പോഴും വേദനയോട്, എപ്പോഴും കണ്ണുനീരോട്, എപ്പോഴും ദുഃഖത്തോടു കൂടി ആമേൻ ഇരിക്കുവാൻ എങ്ങനെ കർത്താവിന് പറയുവാൻ കഴിയും? அவர் சொல்லுகிறார், நீ சந்தோஷமாயிரு. ആമേൻ. കർത്താവ് പറയുന്നു, എപ്പോഴും സന്തോഷമായിരിക്കുക. பல இடங்களில் சொல்லுகிறார், நான் திரும்பவும் சொல்லுகிறேன், நீங்கள் சந்தோஷமாயிருங்கள். ആമേൻ. ആമേൻ. സന്തോഷമായിരിപ്പീൻ എന്ന് പല സ്ഥലങ്ങളിൽ പറയുന്നു. പൗലോസ് അല്ല சொன்னது, கர்த்தர் அந்த பவுலோசை கொண்டு சொன்னார். ആമേൻ. കർത്താവാണ് പൗലോസിനെ കൊണ്ട് പറയിപ്പിച്ചത്. പൗലോസുടെ കരത്തിൽ പെന്നും കൊടുത്ത് പൗലോസുടെ ഹൃദയത്തിൽ വാർത്തയും കൊടുത്ത് എഴുതുന്നു சொன்னார். ആമേൻ. പൗലോസിന്റെ കരത്തിൽ പേനയും പേപ്പറും കർത്താവ് കൊടുത്തിട്ട് പറഞ്ഞു, പൗലോസ് നീ എഴുതുക. അപ്പോൾ പൗലോസ് അല്ല എഴുതിയത്, കർത്താവാണ് എഴുതിയത്. ആമേൻ. പൗലോസ് അല്ല എഴുതിയത്, കർത്താവാണ് എഴുതിയത്. എത്ര പേര് ആമേൻ சொல்றீங்க? ആമേൻ. എത്ര പേര് ആമേൻ പറയും? நான் ஒவ்வொரு வார்த்தையும் பேதுரு எழுதினார் என்றோ பவுல் எழுதினார் என்றோ லூக்கா எழுதினார் என்று சொல்ல மாட்டேன். ആമേൻ. ഏത് ആമേൻ ഭാഗവും പൗലോസ് എഴുതി, ആമേൻ, ലൂക്കോസ് എഴുതി, പത്രോസ് എഴുതി ഞാൻ പറയുകയില്ല. கர்த்தர் எழுதினார். ആമേൻ. കർത്താവ് എഴുതി. கர்த்தர் சொன்னார், சந்தோஷமாயிரு, നിങ്ങൾ സന്തോഷമായിരിപ്പീൻ, மகிழ்ச்சியாயிரு. ആമേൻ. നീ ആനന്ദത്തോടിരിക്കുക.